അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ദുറൂസ് 1 എന്ന് പറഞ്ഞാൽ ദുറൂസിൽ മൊത്തം 20 പാഠങ്ങളുണ്ടാകുക. 1ാമത്തെ പാഠം മുതൽ 10 പാഠം വരെ ഒരു പരീക്ഷയും 11ാം പാഠം മുതൽ 20 പാഠം വരെ മറ്റൊരു പരീക്ഷയുമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആദ്യ 10 പാഠത്തിലെ ചോദ്യ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന്, അല്ലാഹു തആലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം. അല്ലാഹു തആലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണത്? അങ്ങാടികളാണ് അല്ലാഹു തആലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം. 2, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ ജമാഅത്തിൽ സംബന്ധിക്കുന്ന നിസ്കാരങ്ങൾ. ഏതൊക്കെ നിസ്കാരത്തിലാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ സംബന്ധിക്കുക? ആൻസർ സുബ്ഹ്, അസ്ർ എന്നീ നിസ്കാരങ്ങളിലാണ്. 3, കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ. കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കളറുകൾ ചേർത്ത ഭക്ഷണങ്ങൾ അതെന്താ? ഒഴിവാക്കണം എന്നാണ്. ഭക്ഷിക്കണം എന്നാണ്, ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഇവിടെ കൊടുത്ത്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? ഒഴിവാക്കണം. കാരണം കൃത്രിമ നിറമുള്ള ഭക്ഷണങ്ങളല്ല, അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. 4, മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച നബിയാണ്. മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച നബിയാണ് ആര്? നൂഹ് നബി അലൈഹിസ്സലാം. 5, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഇത് പറഞ്ഞത് ആരാണ്? ഈ പറഞ്ഞത് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളെ പ്രബോധനം നിർത്താനൊക്കെ പറഞ്ഞ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. 6, അന്ത സത്താറുൽ മസാവി വ മുഖീലുൽ ആസറാത്തി. വ മുഖീൽ എന്ന് കൊടുത്തിട്ട് ബാക്കി എവിടെയാണ് ഇവിടെ ഉള്ളത്? ശരിയുടെ ആളെടുത്ത് വ മുഖീലുൽ ആസറാത്തി എന്നാണ്. അന്ത സത്താറുൽ മസാവി വ മുഖീലുൽ ആസറാത്തി. ഓക്കെ. ഇനി അടുത്തത് 2ാമത്തെ ചേരുംപടി ചേർക്കുക എന്നാണ്. 7, കഠിന പീഡനം സഹിച്ച സ്വഹാബി. കഠിനമായ പീഡനം സഹിച്ച ഒരു സ്വഹാബിയുടെ പേര് ഇവിടെ ഉണ്ട്. ആൻസർ സി ആണ്, ബിലാൽ റളിയല്ലാഹു അൻഹു. 8, വഴിയിലെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയ മഹാൻ. വഴിയിലെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയ മഹാൻ ആരാ? ആൻസർ ഡി ആണ്, മഅഖിൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹു. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചത് ആരാണ്? ആൻസർ ഇ ആണ്, അബൂ ത്വാലിബാണ് സംരക്ഷിച്ചത്. 10, ശത്രുക്കൾ കൊടും പട്ടിണിക്കിട്ട സ്വഹാബി. ശത്രുക്കൾ കൊടും പട്ടിണിക്കിട്ട സ്വഹാബി അതാരാ? ആൻസർ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. 11, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഖുറൈശി നേതാവ്. ഖുറൈശികളുടെ ഏത് നേതാവാണ് നബി തങ്ങളെ എതിർത്തത്? ആൻസർ എ, അബൂ ജഹൽ. 3ാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12, കൈകാലുകളിലെ ഡാഷ് കൃത്യമായി മുറിക്കണം. കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കണം. 13, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വർഷം രഹസ്യ പ്രബോധനം നടത്തി. എത്ര വർഷം? 3 വർഷം രഹസ്യ പ്രബോധനം നടത്തി. 14, സനൽതഖി ഡാഷ് ഇൻഷാ അല്ലാഹ്. വൈകുന്നേരം കണ്ടുമുട്ടാം. അപ്പോൾ ഈ വൈകുന്നേരം എൻ്റെ അറബിയാണ് ഇവിടെ കിട്ടേണ്ടത്. സനൽതഖി മസാഅൻ ഇൻഷാ അല്ലാഹ്. 15, അങ്ങാടികൾ ഡാഷിൻ്റെ സങ്കേതമാണ്. അങ്ങാടികൾ പിശാചുക്കളുടെ സങ്കേതമാണ്. 16, അന്ത ഗഫാറു ഡാഷ് വദ്ദുനൂബിൽ മുബിഖാത്തി. അന്ത ഗഫാറുൽ ഖത്വായ വദ്ദുനൂബിൽ മുബിഖാത്തി. ഇനി 12, ഇടിയും മിന്നും ഡാഷ് ചുമതലയുള്ളോർ മീക്കായിൽ. ഇടിയും മിന്നും കാറ്റും റിസ്ക്കും ചുമതലയുള്ളോർ മീക്കായിൽ. മലക്കുകളെ പാഠത്തിൽ നിന്നുള്ള ബൈത്താണത്. ഇനി 4ാമത്തെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നാണ്. 18, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കുട്ടിയുടെ മാതാവ്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കുട്ടിൻ്റെ പേരല്ലേ ചോദിച്ചത്? കുട്ടിയുടെ മാതാവിൻ്റെ പേരാണ് ചോദിച്ചത്. എന്താ പേര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം നീ എന്നായിട്ടുണ്ട്, ബി എന്നാട്ടോ. മറിയം ബീവി റളിയല്ലാഹു അൻഹ. 19, ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങളുടെ എണ്ണം എത്ര? ആദ്യമായിട്ട് എത്യോപ്യയിലേക്ക് മുസ്ലിങ്ങൾ ഹിജറ പോകുന്നുണ്ടല്ലോ, അത് എത്ര പേരുണ്ടായിരുന്നു? ആൻസർ 14. 20, മുർസലുകളുടെ എണ്ണം എത്ര? മുർസലുകളുടെ എണ്ണം എത്ര? ആൻസർ 313. 21, ഇടതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? ആൻസർ പിശാചിൻ്റെ രീതിയാണ്. 22, സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും ആര്? സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ ആരെ കാണുക? ആൻസർ സജ്ജനങ്ങൾ. 23, ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആര്? ആൻസർ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ.
ഇനി അഞ്ചാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 സൂറത്തുൽ മസദിൽ മുന്നറിയിപ്പായിരുന്നു എന്തിനെക്കുറിച്ച്? സൂറത്തുൽ മസദിൽ മുന്നറിയിപ്പായിരുന്നു എന്തിനെക്കുറിച്ച്? ആൻസർ അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ച്. അബൂലഹബിൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചാണ് സൂറത്തുൽ മസദിലെ മുന്നറിയിപ്പ്. 25 മലക്കുകളിൽ 2 വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഒരുപാട് വിഭാഗങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ 2 വിഭാഗം. അർശിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ. 26 നാം വൃത്തിയായി സൂക്ഷിക്കേണ്ട 4 പൊതുസ്ഥലങ്ങൾ എഴുതുക. ആൻസർ വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല. 28 ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഖുറൈശികൾ അബൂ ത്വാലിബിനോട് എന്താ ആവശ്യപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാനാണ് അവരെന്ത് ചെയ്തത്? ആവശ്യപ്പെട്ടത്. എന്താ ആൻസർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാൻ അവരെന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. 28 അമ്പിയാക്കൾക്ക് വാജിബായ 4 സിഫത്തുകൾ ഏതെല്ലാം? ആൻസർ സത്യസന്ധത, കൂർമ്മബുദ്ധി, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം. 29 മദീനയിൽ രോഗികളെ കാണാത്തതിൻ്റെ കാരണം അന്വേഷിച്ച ഡോക്ടറോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? മദീനയിൽ രോഗികളെ കാണാതായപ്പോൾ ഡോക്ടറോട് നബിതങ്ങൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് ഡോക്ടറോട് നബിതങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? അതാണ് ആൻസർ. ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ, കഴിക്കുമ്പോൾ വയർ നിറക്കാറില്ല. എന്താ ആൻസർ? ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ, കഴിക്കുമ്പോൾ വയറ് നിറക്കാറില്ല. അതാണ് നബിതങ്ങൾ മറുപടി പറഞ്ഞത്. 30 കഫിർ അന്നി ദുനൂബി. കഫിറൻ അന്നി ദുനൂബി സാരം എഴുതുക. അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ പാപം പൊറുത്തു തരണമേ. എന്താണ് അർത്ഥം? എൻ്റെ പാപം പൊറുത്തു തരണമേ. 31 അറബിയിൽ എഴുതുക. ഞാൻ മദ്രസയിലേക്ക് പോകും. ഞാൻ മദ്രസയിലേക്ക് പോകും. എങ്ങനെ എഴുതും? സനദ്ഹബു ഇലൽ മദ്രസ. ഞാൻ എന്ത് ചെയ്യും? നദ്ഹബു ഇലൽ മദ്രസ. ഞാൻ മദ്രസയിലേക്ക് പോകും. ഇനി 6 2-ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. എന്താ 32? 1 അബൂലഹബിൻ്റെ ധിക്കാരാണ്, ശുചിത്വശീലങ്ങളാണ്. ഇതിൽ 2-ൽ 1 എഴുതിയാൽ മതി. 2ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകം കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ നോക്കണം. എന്നാൽ എന്ത് മനസ്സിലാകും ഏതൊക്കെ ഭാഗത്ത് നിന്ന് 5 വരിയിൽ എഴുതാനുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ഏതെല്ലാം രൂപങ്ങളിൽ വരും എന്നതൊക്കെ മനസ്സിലാകും. അത് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അബൂലഹബിൻ്റെ ധിക്കാർ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം പരസ്യ പ്രബോധനത്തിന് വേണ്ടി ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അബൂലഹബ് പറഞ്ഞു: നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇനി ആ ഭാഗം പാഠം നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ എഴുതിയാൽ മതി. ഇനി ശുചിത്വശീലങ്ങളാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല, ജോലിസ്ഥലം, അങ്ങാടി, കളിസ്ഥലം, പൊതുവാഹനങ്ങൾ തുടങ്ങിയവ നാം ബന്ധപ്പെട്ട പൊതു ഇടങ്ങളാണ്. ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. അവിടെയെല്ലാം മര്യാദ പാലിച്ച് ഇടപെടണം. ഇതിൽ 33 ത്യാഗം സഹിച്ച സ്വഹാബികൾ. ഏതാ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ പാർപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. പേജ് 21 പറയുന്നുണ്ട്. ഇനിയും അവിടെ സംഭവങ്ങളുണ്ട്, അതൊക്കെ അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത ഇസ്ലാമിലെ ഭക്ഷണ രീതിയാണ്. എന്താ? മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വയറിനേക്കാൾ മോശമായതില്ല. മനുഷ്യന് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണം മതി. അതുപോരെങ്കിൽ വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം കഴിക്കട്ടെ. ഇനി ആ പാഠത്തിൽ നിന്ന് ബാക്കി നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുണ്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും നല്ല ഓർമ്മശക്തിയും അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.